നിങ്ങൾ ഓയിൽ മാറിയോ അതിന് പൈസ കൊടുക്കണ്ട, ബ്രേക്ക് പാഡ് മാറിയോ അതിന് പൈസ കൊടുക്കണ്ട. അങ്ങനെ എന്ത് ചേഞ്ച് ചെയ്താലും അതിനും ബില്ല് വരില്ല, 0 ബില്ലായിരിക്കും. ലേബർ അതുപോലെ ചേഞ്ച് ചെയ്യുന്ന റീപ്ലേസ് ചെയ്യുന്ന പാർട്സിന് എല്ലാം അടക്കം നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഈ ഷോറൂമിൽ കാണുന്ന എല്ലാ മോഡൽസും നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ, അതായത് ₹1 കൊടുക്കാതെ ഡെലിവറി എടുക്കാം ഈ ഓണത്തിന് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. വലിയ വ്യത്യാസമാണ്. നിങ്ങൾ യൂസർ ഇപ്പോൾ ഒരു 3.5 ലക്ഷം 4 ലക്ഷത്തിന് എടുത്തിട്ട് അടവടക്കാം എന്ന് വിചാരിച്ചാൽ അടവടച്ച് തീരുന്ന സമയത്ത് പുതിയതിന്റെ അത്രയും കോസ്റ്റ് വന്നിട്ടുണ്ടാകും. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ ഒരു എല്ലാ മാനുഫാക്ചേഴ്സും ഓണം ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അങ്ങോട്ട് നമ്മൾ ഓണം ഓഫറിന്റെ സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ടാറ്റ ഷോറൂമിൽ വന്നിട്ടുണ്ട്. ലെക്സോൺ ടാറ്റയിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സ് ടാറ്റ ഡീലർഷിപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ എല്ലാ മോഡൽസിനും ഓഫർ ഉണ്ടെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു 3 മോഡൽസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നെക്സോൺ, അതായത് കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഏറ്റവും അധികം സെല്ല് ചെയ്യുന്ന ഒരു മോഡലാണ്. അതിനുള്ള കാരണം പെട്രോളിനും ഡീസലിനും CNGയിലും ഇലക്ട്രിക് ആയിട്ടൊക്കെ നമുക്ക് നെക്സോൺ വാങ്ങാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സോണിന് 3 ഓഫറുകളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സ്പെഷ്യലായി ചൂസ് ചെയ്യണം. അത് നമ്മൾ എടുക്കുന്ന വേരിയന്റുമായി കണക്ട് ചെയ്തിരുന്നാൽ നമുക്ക് നല്ല വാല്യൂ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഫ്രീ ആയി കിട്ടും, അതിനോടൊപ്പം ഒരു ഡാഷ് ക്യാം ഫ്രീ ആയി കിട്ടും. ഇനി എക്സ്ചേഞ്ച് വാങ്ങാനുള്ളവർക്കാണെങ്കിൽ ₹30,000 എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും. ഇതാണ് ആദ്യത്തെ ഒരു ഓഫർ. അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡ് വേരിയൻസ് ഒക്കെ എടുക്കുന്നവർക്കാണ് യൂസ്ഫുൾ ആവുക. അതായത് ഡാഷ് ക്യാം നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഒരു എമൗണ്ട് ഏകദേശം ₹40,000 to ₹60,000 നമ്മൾ എടുക്കുന്ന വേരിയന്റ് അനുസരിച്ചിരിക്കും. സോ ഒരു 50,000 എന്ന് കണക്കാക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഒരു ഓഫർ ആവും. അത് രണ്ടാമത്തെ ഒരു സ്കീം നെക്സോൺ അനൗൺസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ₹50,000 വർത്തായിട്ടുള്ള ആക്സസറീസ് ലഭിക്കുന്നുണ്ട്. ഒപ്പം എക്സ്ചേഞ്ച് ഉള്ളവർക്ക് ₹30,000 എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്ന ഒരു സ്കീമാണ്. അത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അത്ര വാല്യൂ തരുന്നില്ല. പക്ഷേ ലോവർ വേരിയൻസ് എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആണെന്ന് പറയാം. നമ്മൾ എന്തായാലും ബേസ് വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ഒക്കെ എടുക്കുമ്പോൾ ആക്സറീസ് എന്തായാലും ചെയ്യണം. അത് നമുക്ക് ₹50,000 സാധനം ഷോറൂമിൽ തന്നെ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് തരും. എക്സ്ചേഞ്ച് ബോണസ് ഉള്ളവർക്ക് ആ ഒരു 30 കിട്ടും. അങ്ങനെ മൊത്തം ഒരു ₹80,000 വർത്തായിട്ടുള്ള ഒരു സ്കീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു ₹75,000 അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ 3 സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ, അതായത് ഡാഷ് ക്യാമും ഇൻഷുറൻസും ₹30,000 എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്ന ഒരു സ്കീമാണ് ഏറ്റവും വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ പെട്രോൾ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽ. ഓൺ റോഡ് ₹8,75,000 നമുക്ക് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാനുവൽ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ₹10,45,000. ഇനി ഡീസൽ നോക്കുന്നവർക്ക്, അതായത് മൈലേജ് വേണം, കൂടുതൽ ഓട്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹10,74,000 ഡീസലിന്റെ മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷോറൂമിൽ കാണുന്ന എല്ലാ മോഡൽസും നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ, അതായത് ₹1 കൊടുക്കാതെ ഡെലിവറി എടുക്കാം ഈ ഓണത്തിന് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. സോ ഞാൻ സ്പെഷ്യലായിട്ട് 3 വാഹനങ്ങളുടെ ഫീച്ചർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അതിലൊന്ന് നെക്സോൺ കഴിഞ്ഞു, അടുത്തത് ആൾട്രോസ് ആണ്. ആൾട്രോസ് നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിലും ഡീസലിലും നമുക്ക് ലഭിക്കുന്ന ഒരു മോഡലാണ് എന്ന് പറയാം. അതിൽ ഓഫർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ₹10,000 വർത്തായിട്ടുള്ള ആക്സസറി കിട്ടുന്നുണ്ട്. ഒപ്പം ഇൻഷുറൻസ് ഫ്രീ ആണ്. ഇൻഷുറൻസ് ഫ്രീ എന്ന് പറയുമ്പോൾ 3 വർഷത്തേക്കാണ് നമുക്ക് കാറുകൾക്ക് ഇൻഷുറൻസ് വരിക. ഏകദേശം ആൾട്രോസിന്റെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ₹40,000 വർത്തായിട്ടുള്ള ഒരു എമൗണ്ട് വരുന്നത്, പ്ലസ് 40,000 പ്ലസ് വരുന്നുണ്ട്. ഓരോ വേരിയന്റ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. എന്നാലും ആവറേജ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ₹40,000 വർത്തായിട്ടുള്ള ഒരു വാല്യൂ ആ ഒരു ഇൻഷുറൻസ് ഫ്രീയിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുകൂടാതെ ₹30,000 എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ സ്മാർട്ടാണ് ബേസ് വേരിയന്റ്. സ്മാർട്ട് വേരിയന്റ് എടുക്കുന്നവർക്ക് ആക്സറി ₹10,000 ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇതിലൊരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ആൾട്രോസ് നമുക്ക് ₹7,46,000 പെട്രോൾ മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ₹9,08,000, ഡീസൽ നോക്കുന്നവർക്ക് ₹9,73,000 എന്നിങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു നമ്മുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം നമുക്ക് ഉള്ളിൽ വരുന്നൊരു മോഡലാണ് എന്ന് പറയാം. അതുപോലെ 90 ഡിഗ്രി ഓപ്പൺ ആവുന്ന ഡോറുകൾ, അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു മോഡലിൽ പറയാനുണ്ട്. അതുപോലെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. അത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ലാത്തൊരു ഫീച്ചറാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ, ഒരു പ്രീമിയം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് സജഷൻ. ഇനി തേർഡ് വൺ, ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള സിയേറയാണ്. സിയേറയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ സംഭവമുള്ള ഓഫറൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ കൊടുത്തത് കിഡിലൻ ഒരു ഓഫറാണ്. അതായത് 2 വർഷത്തേക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണ്. നിങ്ങൾ സിയറ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു ഓണ സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസിന് പോകുന്ന സമയത്ത് ബില്ല് വരെ എത്ര അറിയും? 0. 2 കൊല്ലത്തേക്ക് 0 ബില്ല്. നമ്മൾ പെട്രോൾ അടിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. പെട്രോൾ അടിക്കുക, വണ്ടി ഓടിക്കുക, സർവീസ് ആകുമ്പോൾ ഷോറൂമിൽ വരിക, എടുത്തു കൊണ്ടുപോകുക. വേറൊരു ചിലവും വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തുള്ള ഒരു ഗുണം. അതുകൂടാതെ തന്നെ
സീറോ ഡൗൺ പേയ്മെന്റ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സിയറയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 13,78,000 പെട്രോൾ മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ആളുകൾ കേരളത്തിൽ എടുക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ്. നമുക്കൊരു 15,71,000 ഇതിൻ്റെ ഒരു ഡീസൽ വേരിയന്റും സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. കൂടാതെ ഓട്ടോമാറ്റിക് വേരിയൻസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം പറഞ്ഞു പോകാത്ത ഏകദേശം 10-20 വേരിയന്റ് ഉള്ളതുകൊണ്ടാണ് അതിനുവേണ്ടി താഴെ നമ്പർ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ സിയറയുടെ ഒരു ഇന്റീരിയർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഡിഫറെന്റ് ലുക്കിൽ വരുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം. ഒരു SUV ലുക്ക്, ഒരു ഫ്രഷ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് 3 എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ എൻട്രി ലെവൽ മോഡൽസ് എല്ലാത്തിനും നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. ഇനി എൻട്രി ലെവൽ നോക്കുകയാണെങ്കിൽ ടാറ്റ തിയാഗോ, നമുക്ക് പഞ്ച്, ഈ 2 മോഡൽസും, അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന നമ്മൾ സാധാരണക്കാർ ചൂസ് ചെയ്യുന്ന 2 മോഡൽസ് ആണ്. അതിന് ഒരേപോലത്തെ സ്കീമാണ് ലെക്സോൺ ടാറ്റയിൽ ലഭിക്കുന്നത്. ഒരുപോലത്തെ സ്കീം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ലെക്സോൺ ടാറ്റയിൽ മാത്രം കിട്ടുന്ന സ്കീം എന്നുള്ള രൂപത്തിൽ വേണമെങ്കിൽ പറയാം. അതായത് 2 വർഷത്തേക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണ്. തിയാഗോ എടുത്താലും പഞ്ച് എടുത്താലും നമുക്ക് 2 വർഷം സീറോ ബില്ലിൽ സർവീസ് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ സിയറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 1 രൂപ സർവീസിന് വന്നാൽ നിങ്ങൾക്ക്, അതായത് സാധാരണ ഇങ്ങനെ നമ്മൾ ഫ്രീ സർവീസ് വാഹനം എടുക്കുമ്പോൾ 2 3 എന്നൊക്കെ പറയില്ല, അതിന് നമ്മൾ ബില്ല് അടക്കണം. നമുക്ക് ലേബർ ചാർജ് ആണ് ഫ്രീ ആയിട്ട് ഇട്ടുക, വാഷിംഗ് ഫ്രീ ആയിട്ട് ഇടും. ഇതങ്ങനെയല്ല, നിങ്ങൾ ഓയിൽ മാറിയോ അതിന് പൈസ കൊടുക്കണ്ട, ബ്രേക്ക് പാഡ് മാറിയോ അതിന് പൈസ കൊടുക്കണ്ട. അങ്ങനെ എന്ത് ചേഞ്ച് ചെയ്താലും അതിനും ബില്ല് വരില്ല, സീറോ ബില്ലായിരിക്കും. ലേബർ അതുപോലെ ചേഞ്ച് ചെയ്യുന്ന റീപ്ലേസ് ചെയ്യുന്ന പാർട്സിന് എല്ലാം അടക്കം നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു സാധനം ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 5 വർഷത്തേക്കുള്ള വാറണ്ടി. വാഹനത്തിനോടൊപ്പം നമുക്ക് നോർമലി 2 വർഷം 3 വർഷമൊക്കെ ഉണ്ടാവുക. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കത് 5 വർഷം ആക്കണം, അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. പക്ഷേ ഈ ഒരു ഓണത്തിന് എടുക്കുകയാണെങ്കിൽ തിയാഗോ പഞ്ച് എന്നീ മോഡൽസിന് നമുക്ക് 5 വർഷത്തേക്കുള്ള വാറണ്ടി, അതല്ലെങ്കിൽ 2 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് ഫ്രീ, രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. എഗൈൻ നമ്മുടെ സീറോ ഡൗൺ പേയ്മെന്റ് സ്കീം ഈ 2 മോഡൽസിന് ലഭിക്കുന്നുണ്ട്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ നല്ലത് എന്ന് വേണമെങ്കിൽ പറയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു അത്രയും നാൾ, അതായത് നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുന്ന വാഹനം, 2 വർഷത്തെ സർവീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ചെറിയ 2 എമൗണ്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് സെൻസർ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 5 വർഷത്തേക്ക് വാറണ്ടി കിട്ടുന്നതാണ് കുറച്ചുകൂടി വാല്യൂ എന്ന് എനിക്ക് തോന്നുന്നു. എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് കമൻറ്റ് ചെയ്തറിയിക്കുന്നത്. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ പഞ്ച് നമുക്ക് 6,76,000 മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് 9,02,000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി തിയാഗോ 5,48,000 മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഏകദേശം 7,12,000 രൂപയിലും ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഓഫേഴ്സിൽ ഒരുപാട് എണ്ണം നമുക്ക് ലെക്സോൺ ടാറ്റയിൽ മാത്രം കിട്ടുന്നതാണ്. അതായത് സെയിം വാനാണെങ്കിൽ പോലും മറ്റുള്ള ഡീലർഷിപ്പിൽ കിട്ടാതാണ്. ഇപ്പോൾ 2 വർഷത്തെ മെയിൻ്റനൻസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡീലേഴ്സും തരാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാം. അതുപോലെ നിങ്ങൾ ഫിനാൻസ് ഇട്ട് എടുക്കുന്നവരാണെങ്കിൽ ഇതാണ് ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയാം. സീറോ ഡൗൺ പേയ്മെന്റ് ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒന്ന് പറഞ്ഞെങ്കിലും കൊടുക്കണം. നമ്മൾ സെക്കൻഡ് ഹാൻഡിനാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ലോൺ ഇട്ടാൽ 2,000 മുതൽ 3,000 രൂപ വരെയാണ് EMI അടക്കേണ്ടത്. അപ്പോൾ ഒരു 5 ലക്ഷം ലോൺ ഇട്ടാൽ ഏകദേശം 15,000 12,000 റേഞ്ചിലൊക്കെ നമ്മൾ അടവടക്കേണ്ടി വരും. അതായത് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്, കൊള്ള പലിശയാണ്, ബ്ലേഡ് പലിശയാണ് നമ്മൾ നാട്ടിൽ പറയില്ലേ, ആ ഒരു സ്കീമാണുള്ളത്. സോ നിങ്ങൾ അതേ രൂപത്തിൽ ചിലപ്പോൾ 3 ലക്ഷത്തിന് 4 ലക്ഷത്തിന് വണ്ടി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ അങ്ങനെ യൂസറിലേക്ക് പോയിട്ട് ആ കൊള്ള പലിശയിൽ തലവെക്കുന്നത്. പക്ഷേ പുതിയ കാർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5,500 6 ലക്ഷം 7 ലക്ഷം വരുള്ളൂ. അതിന് EMI വളരെ കുറവാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ 1 ലക്ഷം നമ്മൾ EMI ഇടുകയാണെന്നുണ്ടെങ്കിൽ, ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ 1,450 രൂപ 1,420 രൂപയ്ക്കാണ് 1 ലക്ഷത്തിന് നമ്മൾ അടക്കേണ്ടതുള്ളൂ. സോ ഒരു 10 ലക്ഷത്തിന് വണ്ടി എടുത്താലും 14,000 രൂപ നമുക്ക് ലോൺ വരുള്ളൂ. ഒരു 5 ലക്ഷം ലോൺ ഇട്ടാൽ ഒരു 7,000 7,500 രൂപയാണ് നമുക്ക് മാസം അടവ് വരുള്ളൂ. അങ്ങനെ വലിയ വ്യത്യാസമാണ്. നിങ്ങൾ യൂസർ ഇപ്പോൾ ഒരു 3.5 ലക്ഷം 4 ലക്ഷത്തിന് എടുത്തിട്ട് അടവടക്കാമെന്ന് വിചാരിച്ചാൽ അടവടച്ച് തീരുന്ന സമയത്ത് പുതിയതിൻ്റെ അത്രയും കോസ്റ്റ് വന്നിട്ടുണ്ടാകും. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ എടുക്കുന്നവരെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. വലിയ ബഡ്ജറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വിൽക്കാനുള്ള പ്ലാൻ, അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ സാധാ ഫാമിലികളെ സംബന്ധിച്ചിടത്തോളം തിയാഗോ പഞ്ച് ആൾട്രോസ് തുടങ്ങിയുള്ള ബഡ്ജറ്റ് കാറുകൾ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയത് എടുക്കുന്നതാണ് എപ്പോഴും വാല്യൂ. നമുക്ക് വാറണ്ടി ഉണ്ടായിരിക്കും, 50,000 കിലോമീറ്റർ അടുത്തോടുള്ള ടയർ ഉണ്ടായിരിക്കും. വേറെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഈ ഒരു സമയത്താണെങ്കിൽ ഓണം ഓഫേഴ്സ് ലഭിക്കുന്നുണ്ട്. സോ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ അതൊരു ഇയർ ബാക്ക് മോഡൽ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഹാരിയർ ഇതൊരു 2025 മാനുഫാക്ചറിൽ വരുന്ന ഒരു മോഡലാണ്. ഏകദേശം സെപ്റ്റംബർ മാസത്തിൽ ആ ഒരു 2025 ലാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഏകദേശം 2,25,000 രൂപ ഡിസ്കൗണ്ട് ഇപ്പോൾ ബ്രാൻഡ് പറയുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കലി ഫിയർ
ഫിയർലെസ് എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും ഈ ഒരൊറ്റ പീസുള്ളൂ, വൈറ്റ് കളറിൽ ഈ ഒരൊറ്റ പീസ് മാത്രമാണ് അത്രയും വലിയ ഓഫറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതും ലെക്സോൺ ടാറ്റയിലാണ് നമുക്ക് ലഭിക്കുക. അത്രയും ഡീറ്റെയിൽ ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി ഏത് ബ്രാൻഡിന്റെ ഓണം ഓഫറാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ താല്പര്യം, അതൊന്ന് കമന്റ് ചെയ്തോ. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന വീഡിയോ ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.